എന്നെ കേൾക്കുന്ന എല്ലാവർക്കും നമസ്കാരം. 20 ഡേയ്സ് 20 സ്റ്റോറീസ് ചലഞ്ചിൻ്റെ 17ാം ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ കഥ പത്തനംതിട്ട ജില്ലയിലെ പ്രശസ്തമായ മലയാലപ്പുഴ ദേവീക്ഷേത്രത്തിൻ്റെ ആണ്. പണ്ട് കൊടുങ്ങല്ലൂർ അമ്മയുടെ ഭക്തരായ 2 നമ്പൂതിരിമാർ ഉണ്ടായിരുന്നു. അവർ തികഞ്ഞ ദേവി ഭക്തരായിരുന്നു. പ്രായമായപ്പോൾ അവർക്ക് കൊടുങ്ങല്ലൂർ വരെ യാത്ര ചെയ്ത് അമ്മയെ തൊഴുക എന്നത് പ്രയാസകരമായി മാറി. തങ്ങളുടെ വാർദ്ധക്യത്തിൽ ഇനി അമ്മയെ കാണാൻ കഴിയില്ലല്ലോ എന്നോർത്ത് അവർ വിഷമിച്ചു. അവർ തങ്ങളുടെ അവസാനത്തെ ദർശനത്തിനായി കൊടുങ്ങല്ലൂരിലെത്തി കണ്ണീരോടെ പ്രാർത്ഥിച്ചു. അമ്മേ, ഇനി ഞങ്ങൾക്ക് ഇവിടേക്ക് വരാൻ കഴിയില്ല, ഞങ്ങളെ കൈവിടരുതേ. ഭക്തരുടെ പ്രാർത്ഥനയിൽ മനസ്സലിഞ്ഞ ദേവി അവരുടെ കൂടെ പോവാൻ തീരുമാനിച്ചു. അവർ മടങ്ങാൻ തുടങ്ങുമ്പോൾ ഒരു തുരുമ്പ് പിടിച്ച പഴയ കുടയിൽ ദേവി തന്റെ ചൈതന്യം ആവാഹിച്ചു. നമ്പൂതിരിമാർ യാത്ര തിരിച്ച് മലയാലപ്പുഴയിലെത്തിയപ്പോൾ കടുത്ത ക്ഷീണം കാരണം കുട നിവർത്തി വെച്ച് വിശ്രമിച്ചു. വിശ്രമത്തിനു ശേഷം യാത്ര തുടരാനായി കുട എടുക്കാൻ ശ്രമിച്ചപ്പോൾ അത് നിലത്തു നിന്നും മാറ്റാൻ കഴിഞ്ഞില്ല. എത്ര ശ്രമിച്ചിട്ടും കുട അവിടെ തന്നെ ഉറച്ചുപോയിരുന്നു. ജ്യോത്സ്യന്മാരെ വരുത്തി പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ കൊടുങ്ങല്ലൂരമ്മയുടെ ചൈതന്യമാണ് ആ കുടയിലിരിക്കുന്നതെന്നും അമ്മയ്ക്ക് അവിടെ തന്നെ കുടികൊള്ളാനാണ് ഭാവമെന്നും മനസ്സിലായി. അങ്ങനെയാണ് അവിടെ മലയാലപ്പുഴ ദേവീക്ഷേത്രം നിർമ്മിക്കുന്നത്. ഇവിടുത്തെ പ്രതിഷ്ഠ മറ്റ് ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ്. ഭദ്രകാളി ഭാവത്തിലാണ് പ്രതിഷ്ഠയെങ്കിലും മക്കൾ ചോദിക്കുന്നത് എന്ത് നൽകുന്ന ദയാമയായ ഭാവത്തിലാണ് അമ്മ ഇവിടെയുള്ളത്. കടും ശർക്കര യോഗം കൊണ്ടാണ് ഇവിടുത്തെ വിഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത്. ശത്രുദോഷം മാറാനും വിഘ്നങ്ങൾ നീങ്ങാനും രക്തപുഷ്പാഞ്ജലിയും അമ്മയ്ക്ക് ഏറെ പ്രിയപ്പെട്ട കടും പായസമാണ് പ്രധാന വഴിപാടുകൾ. ദേവിയോട് എന്ത് സങ്കടം പറഞ്ഞാലും അമ്മ അത് കേൾക്കുമെന്നും മനമുരുകി പ്രാർത്ഥിച്ചാൽ ഭക്തരെ കൈവിടില്ലെന്നുമാണ് ഇവിടുത്തെ വിശ്വാസം. മലയാലപ്പുഴ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ ആഘോഷം മേടമാസത്തിൽ നടക്കാറുള്ള 11 ദിവസത്തെ തിരുവുത്സവമാണ്. മേടമാസത്തിലെ അത്തനക്ഷത്രത്തിൽ കൊടിയേറി ഉത്രം നക്ഷത്രത്തിൽ പമ്പാ നദിയിലാണ് ഭഗവതിയുടെ ആറാട്ട് നടക്കുന്നത്. ഉത്സവത്തിന്റെ 10ാം ദിവസം രാത്രി നടക്കുന്ന പള്ളിവേട്ട വളരെ പ്രസിദ്ധമായ ചടങ്ങാണ്. വൃശ്ചിക മാസത്തിലെ മണ്ഡലകാലത്തോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ ലക്ഷദീപം തെളിയിക്കാറുണ്ട്. ആയിരക്കണക്കിന് മൺവിളക്കുകൾ ഒന്നിച്ചു തെളിയുന്ന ആ കാഴ്ച കാണാൻ വലിയ തിരക്കാണ് അനുഭവപ്പെടാറുള്ളത്. കൂടാതെ കുംഭമാസത്തിലോ മകരമാസത്തിലോ നടക്കുന്ന പൊങ്കാല മഹോത്സവവും നൂറുകണക്കിന് സ്ത്രീകളാണ് അമ്മയ്ക്ക് നിവേദ്യം അർപ്പിക്കാനെത്താറുള്ളത്. സുഖശാന്തിക്കായും ആഗ്രഹ സാഫല്യത്തിനായും വലിയ തോതിൽ അവിടെ നിവേദിക്കാറുണ്ട്. വിവാഹം നടക്കാനും ദാമ്പത്യ വിജയവും ഉണ്ടാകാനും ദേവിക്ക് ചെമ്പട്ട് ചാർത്തുന്ന ആചാരം ഇവിടെ വളരെ പ്രശസ്തമാണ്. കടും ശർക്കര യോഗത്തിൽ തീർത്ത വിഗ്രഹമായതുകൊണ്ട് തന്നെ ഭഗവതിക്ക് നേരിട്ട് ജലാഭിഷേകം നടത്താറില്ല. അതിനായി പ്രത്യേകമുണ്ടാക്കിയ തിടമ്പിലാണ് അഭിഷേക ചടങ്ങുകൾ നടക്കുന്നത്. അമ്മയെ മനമുരുകി വിളിച്ച് പ്രാർത്ഥിച്ചാൽ ഏതൊരാപത്തിൽ നിന്നും കാത്തുരക്ഷിക്കുമെന്നാണ് മലയാലപ്പുഴയെത്തുന്ന ഓരോ ഭക്തരുടെയും അനുഭവം. ശബരിമലയിലെ മകരവിളക്കിന് തിരുവാഭരണ ഘോഷയാത്ര പോകുന്ന പോലെ മലയാലപ്പുഴ ക്ഷേത്രത്തിലും തിരുവാഭരണ ഘോഷയാത്ര വളരെ വലിയൊരു ചടങ്ങാണ്. അമ്മയുടെ തങ്കാങ്കിയും തിരുവാഭരണങ്ങളും പത്തനംതിട്ട വലിയ കോയിക്കൽ കൊട്ടാരത്തിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഉത്സവകാലത്ത് ഇത് വലിയ ജനപങ്കാളിത്തത്തോടെ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിച്ചു കൊണ്ടുവരുന്നു. കൊടുങ്ങല്ലൂരിൽ നിന്നും കുടിയേറി വന്ന ദേവി അതീവ ഉഗ്രരൂപിണിയായ ഭദ്രകാളിയായിരുന്നു എന്നാണ് വിശ്വാസം. നാട്ടുകാർക്ക് ഭയമുണ്ടാക്കാത്ത രീതിയിൽ ദേവിയെ ശാന്തയാക്കാൻ അഗസ്ത്യമുനി ഇവിടെ വന്ന് പൂജകൾ ചെയ്തുവെന്നും അങ്ങനെയാണ് ദേവി ഭക്തർക്ക് സർവമംഗളങ്ങളും നൽകുന്ന അമ്മയായി മാറിയതെന്നും ഒരു കഥയുണ്ട്. പണ്ട് ഈ ക്ഷേത്രം വലിയ കാടായിരുന്നു. ക്ഷേത്രം പണിയുന്ന കാലത്ത് രാത്രിയിൽ കാട്ടുമൃഗങ്ങൾ ഒന്നും തന്നെ ഇവിടുത്തെ പണിക്കാർക്കോ മനുഷ്യർക്കോ ഒരു ഉപദ്രവവും ചെയ്തിരുന്നില്ലത്രേ. അമ്മയുടെ സാന്നിധ്യം മൃഗങ്ങളെപ്പോലും ശാന്തരാക്കിയിരുന്നു എന്നാണ് പറയുന്നത്. മലയാലപ്പുഴ അമ്മയുടെ നടയിൽ വന്ന് മനമുരുകി പ്രാർത്ഥിച്ചാൽ മാറാത്ത മാനസിക വിഷമങ്ങളും കുടുംബകലഹങ്ങളും ഇല്ലെന്നാണ് ഭക്തരുടെ അനുഭവം. അതുകൊണ്ട് തന്നെ മനസമാധാനം തരുന്ന അമ്മയെന്നും മലയാലപ്പുഴ ഭഗവതിക്ക് പേരുണ്ട്. മലയാലപ്പുഴ ദേവിയുടെ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുമല്ലോ. 20 ഡേയ്സ് 20 സ്റ്റോറീസ് ചലഞ്ചിൻ്റെ 18ാം ദിവസമായ നാളെ മറ്റൊരു കഥയുമായി നമുക്ക് വീണ്ടും കാണാം.